ഈ ടാൻ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ കളർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്കിൻ ടോണുമായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു +2 ഡിഗ്രി വരെ എൻ്റെ ഒരു ഡിഗ്രി വരെ ഞാൻ നല്ല ടാൻ അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഒരു PG വരെ നല്ല ടാൻ അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇത് പുറത്തുള്ള നാട്ടുകാർ ബീച്ചിൽ കിടക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് എന്നുള്ളതിനപ്പുറം സൺസ്ക്രീനെ പറ്റി എനിക്ക് വലിയൊരു ഒരു പിടുത്തമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഞാനൊരു PGക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം വരെയും ഞാൻ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ എൻ്റെ കുറെ പേരൊക്കെ ഒന്ന് ചോദിക്കും, മുഖത്ത് എന്തെങ്കിലും തേച്ചുകൂടെ, കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാം. അപ്പം ഐ വാസ് ലൈക്ക്, ഞാൻ എന്തിനു ചെയ്യണം, എൻ്റെ നിറം ഇതാണല്ലോ എന്നൊരു തോട്ടായിരുന്നു എനിക്ക്. അപ്പം PGക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്ത് സൂര്യ താപം ഏറ്റു എനിക്ക്. അപ്പം മുഖം ഭയങ്കരമായിട്ട് ഒരു പരുവമായ എൻ്റെ മുഖം. അപ്പൊ ആ സമയത്ത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഗായത്രി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെയും ഒരു വീഡിയോയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കറിയാം ലൈക്ക് സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണെന്നൊക്കെ എനിക്കറിയാം. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ഓക്കെ ഗായത്രി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. എന്തിനു ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡായിരുന്നു എനിക്ക്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇതുപോലെ സൺബേൺ ആയതാണ്, ഗായത്രി ഒരു കാര്യം ചെയ്യണം, ഗായത്രി ഒരു SPF 15 എങ്കിലും ഉള്ള ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചിട്ട് മുഖത്തിടണം, യുവർ സ്കിൻ ഇസ് വെരി സെൻസിറ്റീവ് എന്നൊക്കെ എന്നോട് പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അന്ന് തന്നെ ഒരു സൺസ്ക്രീൻ ഒക്കെ വാങ്ങിച്ച് അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. അപ്പൊ ആ ഒരു സമയം വരെ എൻ്റെ മുഖത്ത് കംപ്ലീറ്റ് ഇങ്ങനെ, ഇതിന്റെ മറുകാണ് കേട്ടോ, ഇത് ഈയിടെയായിട്ട് വന്ന ഒരു മുഖക്കുരുവിന്റെ പാടാണ്. ഓക്കെ, മുഖത്ത് കംപ്ലീറ്റ് ഇങ്ങനെ ഈ എന്താ പറയുന്നത്, നമ്മൾ ഈ സൺടാനും അതുപോലെ ഈ സൺബേണും ഒക്കെ ആയിട്ട് അതിന്റെ കുറെ സാധനങ്ങളൊക്കെ വന്ന് ഫുൾ ഒരു കറുത്ത പാടുകളും മൊത്തം ഒരു മോശപ്പെട്ട രീതിയിൽ ഇരിക്കുകയായിരുന്നു എൻ്റെ സ്കിൻ. കാരണം ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു സ്കിന്നായിരുന്നു എൻ്റെത്, ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു സ്കിന്നായിരുന്നു. അപ്പം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തൊരു 2 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സ്കിൻ കുറച്ച് ബെറ്റർ ആയതുപോലെ എനിക്ക് തന്നെ തോന്നി. അപ്പം ഞാനൊരു ബേസിക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ഞാൻ എത്തി. അപ്പം ഞാൻ എന്താണ് യൂസ് ചെയ്തത്, ഞാൻ ഒരു ഫേസ് വാഷ് മേടിച്ചു, ഒരു മോയ്സ്ചറൈസർ മേടിച്ചു, ഒരു സൺസ്ക്രീൻ മേടിച്ചു. എന്നിട്ട് ഇത് മൂന്നും ഞാൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. എപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഫേസ് കഴുകുന്നു അപ്പോഴൊക്കെ ഞാൻ മോയ്സ്ചറൈസർ ഇടാനായിട്ട് ശ്രമിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഓക്കെ ഈ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനമാണ്, അപ്പൊ ഇതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസറും അതുപോലെ ഈ സൺസ്ക്രീനും ഒക്കെ മേടിക്കാൻ.